തേഞ്ഞൊട്ടി വിന്നായിട്ട് പോരട്ടെ. കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുജിയേട്ടാ ഞാൻ വന്നു. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ. ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ. രേണുസുതിക്ക് മാരകമായിട്ടുള്ള രോഗമാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരെ അങ്ങനെ നമുക്ക് ആ ഒരു രീതിയിൽ പുഷ് ചെയ്യണം, അല്ലെങ്കിൽ പുഷ് ചെയ്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിൽ അങ്ങനെ അനാവശ്യമായിട്ടൊന്നും പറയണമെന്നൊന്നുമില്ല. അവർ കാണിക്കുന്നതിന് മാത്രം, അവർ ഇതിനു മുമ്പ് കാണിച്ചുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞതും. ഓക്കെ, ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ ബിഷപ്പിന്റെ അച്ഛന്റെ ഒരു വിഷയമാണ്. അച്ഛൻ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണോ ചെയ്യുന്നതെന്നൊരു പിടുത്തമില്ല. വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ എല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും പുള്ളി വിചാരിച്ചാലൊന്നും ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഈ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഈ വിവാദങ്ങൾക്കൊന്നും പുള്ളി വിചാരിച്ചാലൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, ഈ സോഷ്യൽ മീഡിയ ആണ് പുള്ളി പറയുന്നത്. എന്തെന്ന് വെച്ചാല്, നമ്മൾ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതാണ് പുള്ളി പറയുന്നത്. അത് തന്നെ ആദ്യത്തെ തെറ്റ്. പിന്നെന്ന് വെച്ചാല്, ഈ വിവാദങ്ങൾ ഉണ്ടാവാൻ കാരണം ഈ ഒരു പുള്ളിക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പുള്ളിയുടെ നേരത്തെ കുറെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മനഃപൂർവ്വം ഉണ്ടാക്കുവാണ്, റീച്ചിന് വേണ്ടിയിട്ട് പുള്ളി തുടങ്ങി എന്നാണ് പുള്ളി പറയുന്നതെന്ന് വെച്ചാല്. അച്ഛൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇതെല്ലാം ഒന്ന് നേരെ ആവുന്നു, വിവാദങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. പക്ഷെ ഈ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നതനുസരിച്ച് കമന്റുകളൊക്കെ പുള്ളിക്ക് എതിരെയായിട്ടാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. പുള്ളി ഇതിനെക്കുറിച്ച് നേരത്തെ ഈ രേണുസുതിയുടെ കുടുംബത്തെ കുറിച്ചൊക്കെ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ന്യൂസിലൊക്കെ പോകുന്ന സമയത്തും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് ഒരു മീഡിയക്ക് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അവിടാണ് തെറ്റ്. ഈ പുള്ളിക്കാരൻ ചെന്ന് ഈ അച്ഛൻ പള്ളിയുടെ അച്ഛന്റെ പണി നോക്കിയാൽ പോരെ. എന്തിനാണ് ഈ ഓരോ ചാനൽ വരുമ്പോഴത്തേനും, ഓരോ മീഡിയാസ് വരുമ്പോഴത്തേനും അതിനെ ഇന്റർവ്യൂ കൊടുത്തിട്ട് അവരിങ്ങനെയാണ്, അങ്ങനെയായിരുന്നു, നേരത്തെ അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനല്ല, ഞാൻ അവരോട് എങ്ങനെ ഇപ്പം നല്ല രീതിയിൽ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ലെന്ന് പറഞ്ഞിട്ട്, അത് പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പം നല്ലതായിട്ട് അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ വീഡിയോസ് ഓരോരുത്തരും എടുത്തുകൊണ്ട് ആ ഇന്റർവ്യൂവിന് കൊടുത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഓരോന്ന് പൊക്കിക്കൊണ്ട് വരും. അപ്പൊ നേരത്തെ സംഭവം ഒരു കാര്യമാറിയ അവസ്ഥ. നേരത്തെ ഈ രേണുസുതിയുടെ വീട്ടുകാർക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പുള്ളിയാണ് ഈ നോബൽ ഫിലിപ്പ് അമ്പലവയൽ ബിഷപ്പ്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ചിറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ആ രേണുവിനെ ബിഗ് ബോസിൽ കൊണ്ടുപോയി. 100 ദിവസം രേണു അവിടെ നിൽക്കണം. 100 ദിവസം രേണുസുതി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം. അവരെ അവിടെ നിർത്തി അത് അവര് കപ്പും കൊടുത്തിക്കും വിടട്ടെ. തേഞ്ഞൊട്ടണം, കള്ളം പറഞ്ഞ് തെളിയിക്കണം. കിച്ചുവിനെ ഓർത്ത് കാര്യം, ഋതപ്പനെ ഓർത്ത് കാര്യം, തങ്കച്ചനെ ഓർത്ത് കാര്യം, നാടകം ഇത് തന്നെ കൊടുത്തു. കിച്ചുവിനെ ഓർത്ത് കാര്യം, ഋതപ്പനെ ഓർത്ത് കാര്യം, എല്ലാവരും ഓർത്ത് കാര്യം, നാടകം. അത് അവര് കപ്പും കൊടുത്തിക്കും വിടട്ടെ. തേഞ്ഞൊട്ടണം, കള്ളം പറഞ്ഞ് തെളിയിക്കണം. കിച്ചുവിനെ ഓർത്ത് കാര്യം, ഋതപ്പനെ ഓർത്ത് കാര്യം, തങ്കച്ചനെ ഓർത്ത് കാര്യം, നാടകം ഇത് തന്നെ കൊടുത്തു. കിച്ചുവിനെ ഓർത്ത് കാര്യം, ഋതപ്പനെ ഓർത്ത് കാര്യം, എല്ലാവരും ഓർത്ത് കാര്യം, നാടകം. ഓക്കെ, അപ്പം അന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. അതിനെ മാരകമായിട്ടുള്ള തെറി വിളിച്ചിട്ടുണ്ടെന്നും അവര് ഈ ബിഷപ്പിനെതിരെ രേണുസുതിയുടെ വീട്ടുകാരും എല്ലാരും കൂടെ എതിരെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഒരു വിവാദമായിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, ഇപ്പം നമ്മളെ ബിഷപ്പ് ഈ ഒരു കാല് മാറിയിരിക്കുകയാണ്. തിരുമേനി ഇപ്പൊ പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ, ഇങ്ങനെ അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ള എന്താണ്, നമ്മുടെ സഹോദരി രേണുസുതിയുടെ ആരോഗ്യ പ്രശ്നങ്ങളിലാണ് നമ്മൾ മുൻതൂക്കം നൽകുന്നത്. രേണുസുതി സുഖമില്ലാതെ ഭവനത്തിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വിശ്രമത്തിലാണ്. അപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നതാണ്. അവരുടെ ഭവനം എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നു. രേണുസുതിയുടെ വേദനയിലും ഈ രോഗത്തിന്റെ അവസ്ഥയിൽ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഒരു പുരോഹിത ദൗത്യം. അത് ഞാൻ ചെയ്യുകയാണ്. ഇപ്പൊ ഈ കുടുംബത്തിന് ഏറ്റവും ആവശ്യം പ്രാർത്ഥനയാണ്.
അത്രയ്ക്കും വേദനയിലൂടെയാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവരെന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നു. കാല് മാറിയിട്ട് രേണുസുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ പൗലം പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിന്റെ ഇടയ്ക്കൂടെ കിച്ചുവിനെതിരെയും പുള്ളിക്കാരൻ, ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, കിച്ചുവിനെതിരെ പുള്ളി അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അടിക്കുന്നു. അപ്പൊ അതിന്റെ ഒന്നും ഒരു ആവശ്യം കാണുന്നില്ല. അതിന്റെ ഒരു ആവശ്യം ഇതിനകത്ത് ഒരു കാണുന്നില്ല. സത്യം പറഞ്ഞ പുള്ളിക്കാരന്റെ ജോലി മാത്രം ചെയ്യുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന കണക്ക് ഒരു മീഡിയാസിന് വന്നിട്ട് ഇതണക്ക് ഇന്റർവ്യൂ കൊടുത്ത് അവരെ ഇങ്ങനെ താത്തി കിട്ടുന്നോ, അവരങ്ങനെ പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ പറഞ്ഞാണോ ഇരിക്കും, ഇല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലേയിരിക്കും. ഈ അച്ഛൻ്റെതായ സ്റ്റാൻഡ് ആദ്യമേ ഒന്ന് കൺഫേം ചെയ്യണം. അച്ഛൻ്റെതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലായോ? അത് ഈ മീഡിയാസിന് മുമ്പേ വന്നിരുന്നിട്ട് ഇങ്ങനെ വിളമ്പിട്ട് വിവാദങ്ങളാണ്, എന്നെ തെറി വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. പിന്നെ അച്ഛൻ ഇപ്പം കാല് മാറിയിരിക്കുന്നത് വേറെ രീതിയിലാണ്. കാല് മാറിയെന്ന് തന്നെ പറയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ നിങ്ങൾക്കെതിരെ വന്നു എന്നൊക്കെ പറയുന്നത്. അതിലൊന്നും യാതൊരു തെറ്റും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞത് വേറെ, ഇപ്പൊ പറയുന്നത് വേറെ. ഇതിപ്പോ രേണുസുതിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. രേണുസുതി ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് കാണിച്ചിട്ട് രേണുസുതിക്ക് എതിരെ ഓരോ പ്രശ്നങ്ങളും വിവാദങ്ങളും വരുമ്പോഴത്തേന് രേണുസുതി പറയും അത് അങ്ങനെ പറ്റിപ്പോയതാ, ഇങ്ങനെ പറ്റിപ്പോയതാ. എന്നുവെച്ചാൽ എന്തുവാ, അപ്പൊ പറയുന്നതല്ല ഇപ്പൊ പറയുന്നത്, ആ ഒരു രീതി. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ, പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ സോഷ്യൽ മീഡിയ വിഷയം ഉണ്ടാക്കുന്നതെന്ന്. നമ്മളത് ആരെയൊന്നും ഒന്നും വിഷയം ഉണ്ടാക്കാൻ നമ്മുടെ, നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നു അതെടുത്ത് ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾ എന്തൊക്കെ അവിടെ നിന്ന് ഓരോന്ന് വിളമ്പുന്നു ഞങ്ങൾ എടുത്ത് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. കണ്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയാണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയോ കണ്ടന്റുകൾ ആവശ്യമായിട്ടുണ്ട്, അവരത് ചെയ്യുന്നു. എനിക്കതിന് വിരോധമില്ല. അവർ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കട്ടെ, അത് അവരുടെ ജോലിയുടെ ഭാഗം. ഞാനതിനെ എതിർക്കുന്നില്ല. കമന്റ് എഴുതുന്നവരോട് എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സമയമുള്ള പോലെ കമന്റുകൾ എഴുതുക, നെഗറ്റീവും പോസിറ്റീവും എഴുതുക. അതൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതിന് എനിക്കെതിരില്ല. യാതൊരു വിവാദത്തിൽ പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദങ്ങൾക്ക് തിരികൊളുത്തുവാനോ വിവാദങ്ങൾ അവസാനിക്കണമെന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എനിക്ക് യാതൊരു വിവാദങ്ങളുമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. രാഹുൽ ദാസിനോടും യാതൊരു വിധമായ ശത്രുതയോ ദേഷ്യമോ ഇല്ല. ചേർത്ത് നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ബിഗ് ബോസിൽ കയറിയപ്പോഴും അച്ഛന്റെ നല്ല രീതിയിലുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഈ കിച്ചു അങ്ങനാണെന്നും ഇങ്ങനെയാണെന്നും അച്ഛന്റെ വായിന്ന് തന്നെയാണ് വീണത്. എന്നുവെച്ചാൽ ഈ കിച്ചു എന്ന് പറഞ്ഞ കിച്ചുവിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള യൂട്യൂബേഴ്സ് ആയുള്ള ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരായിട്ടുള്ള കൊച്ചിനെ ഇങ്ങനെ പറയുമ്പോഴത്തേന് ഈ അന്ധമായ ആരാധന മൂലം വന്നിട്ടാണ് അച്ഛനെതിരെ ഇവർ വന്ന് തെറി വിളിക്കുകയും ബാക്കിയുള്ള ഇതൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അച്ഛൻ ആദ്യമേ ശ്രദ്ധിക്കണം. അച്ഛന്റെ പണി, ഞാൻ ഇപ്പോഴും പറയാം, അച്ഛന്റെ പണി മാത്രം ചെയ്യുക. ബാക്കിയുള്ളവരെ വിവാദങ്ങളിൽ ചെന്ന് പെട്ട് അവരെ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ചെയ്യേണ്ട യാതൊരുവിധ കാര്യങ്ങളും അതിൽ കാണുന്നില്ല. അപ്പൊ മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത്. നാടക നടിയല്ലേ രേണുസുതി? നാടക നടിയല്ലേ? ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുജിയേട്ടാ ഞാൻ വന്നു. ഞാൻ സിംഗിൾ ജീവിതം നയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ചുമ്മാ സൈബർ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ എനിക്ക് മക്കളെ തരണ്ട. ഞാനൊരു സ്ത്രീ വിരോധിയുമല്ല, ഞാനൊരു ഗേയും അല്ല, ഞാനൊരു പുരുഷനാണ്. അപ്പൊ ഗൈസ്, ഞങ്ങൾ സോഷ്യൽ മീഡിയക്കാര്, ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് പറയുന്നോ ഞങ്ങൾ അത് മാത്രമേ എടുത്ത് ചെയ്യുന്നുള്ളൂ. സോഷ്യൽ മീഡിയ ഒന്നും അല്ല ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അച്ഛൻ ഒരു ചാനലിന് ഇന്റർവ്യൂവിന് കൊടുത്ത് അത് മാത്രം അവരോട് വിഷയമായി. നേരത്തെ ഇന്റർവ്യൂവിന് ഒരു മീഡിയക്ക് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇതും തമ്മിൽ നോക്കുമ്പോഴത്തേന് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം അതിനകത്ത് കാണിക്കുന്നു. ഇപ്പൊ കാല് മാറിയ അവസ്ഥ എന്നാണ്. രേണുസുതി, ഞാൻ എപ്പോഴും പറയാറുള്ളൂ, നമ്മൾ ഈ മാരകാട്ടുള്ള ഒരു രോഗം ഉണ്ടാകുമ്പോഴത്തേന് നമ്മൾ അതിനെ കുറിച്ച് ഇരുന്ന് വിശദീകരിച്ച് അവർക്ക് അങ്ങനെ ആ രോഗം ഉണ്ടാവണമെന്നോ, അല്ലെങ്കിൽ അവരിങ്ങനെ ഒരാൾക്ക് ഈ രോഗം ഉണ്ടാവണമെന്നോ അപ്പൊ അത് സർവേ ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് നോർമലി അറിയാൻ പറ്റും. ഈ ഒരു മാരകാട്ടുള്ള രോഗം പിടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് അവർ സർവേ ചെയ്യുന്നത്, എന്തൊക്കെ ചെലവുകൾ വരും എന്നുള്ളതൊക്കെ. അപ്പൊ രേണുസുതി ഇതിനകത്ത് ഇതാക്കണമെന്നും യാതൊരു ബന്ധമില്ല, ഒരു താല്പര്യമില്ല. അപ്പോ
പിന്നെ കിച്ചുവിന്റെ കാര്യം പറയാനാണെങ്കിൽ കിച്ചു അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് അച്ഛന്റെ വായിന്ന് തന്നെയാണോ വീണത്? കിച്ചു എന്തോ കഞ്ചാവ് കേസ് പ്രതിയാണെന്നോ കഞ്ചാവ് കേസിന്റെ ഒക്കെ കാര്യം പറയുന്ന കേട്ടോ. പിന്നെ എന്തോ ബൈക്കൊക്കെ പിടിച്ചു വെക്കുന്ന ഒരു കാര്യമൊക്കെ പറയുന്ന കേട്ടോ. അതൊന്നും ഇതിനകത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. അച്ഛന്റെ പണി മാത്രം ചെയ്താൽ മതി. രേണുസുതി മൊത്തവും അഭിനയിച്ച് കാണിക്കുമായിരുന്നോ, ഭയങ്കര നാടകമാണെന്നൊക്കെയാണ് അച്ഛൻ ഇപ്പൊ അന്നത്തെ ആ ഇന്റർവ്യൂവിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പം നിലവിൽ അച്ഛൻ തന്നെയാണ് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പിന്നെന്തുവാ? അപ്പൊ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയക്ക് കോണ്ടന്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പം രേണുസുതിയുടെ നിന്നൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടന്റുകളൊക്കെ ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. അത് അവര് അന്നത്തെ കാണിക്കുന്നതിന് അവരെ ഇപ്പൊ പറഞ്ഞിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല. അന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമൊന്നുമില്ലായിരുന്നു. കുറ്റം പറയാന്നുള്ള രീതി പറയുന്നില്ല. അപ്പൊ ഇപ്പൊ കോണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അച്ഛനാണ് രേണുസുതിയുടെ ഈ ഓരോരോ വിവാദങ്ങള് അപ്പൊ പറഞ്ഞിട്ട് രേണുസുതി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്ത് കോണ്ടന്റ് ആക്കി തന്നെ ചെയ്യും. അതില് യാതൊരുവിധ കൺസെഷനും ഇല്ല. അതിനൊക്കെ നല്ലത് ചുമ്മാ ഇങ്ങനെ കിടന്ന് അലമ്പാതെ അച്ഛന്റെ പണി എന്തോ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു രീതിയാണ്. താങ്കളുടേതായ രീതിയിലുള്ള ഇത് കാണുമല്ലോ. അപ്പൊ അതനുസരിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ സോഷ്യൽ മീഡിയക്കകത്ത് ഇരുന്ന് ഇതണക്ക് പറയുന്ന ആൾക്കാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഫ്രണ്ട്സ്, അപ്പം എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും ഇവിടെ തീരുമെന്നൊന്നും തോന്നുന്നില്ല. ഈ ബിഷപ്പിന്റെ ഒരു വിവാദമൊന്നും ഇവിടെ ഒന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ ഓരോ വാക്കുകൾ, പുള്ളി ഓരോ ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നതനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് പുതിയ കോണ്ടന്റുകൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അടച്ചു വെച്ചാൽ മാത്രമേ ഉള്ളൂ യാതൊരുവിധ പ്രശ്നങ്ങളും ഒന്നും വരാതിരിക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ തീർന്നു. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. കമന്റ് എന്തോ ശരി, തെറി വിളിക്കാൻ പോകും, തെറി വിളിച്ചോ, ഏതൊരു കമന്റ് ചെയ്യാനുള്ളവർ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.